ഡോക്ടർ അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, ഇപ്പം ഒരുപാട് അലുമിനി മീറ്റ്, പഴയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ നടക്കുന്നുണ്ട് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മുടെ ഈ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഡെവലപ്പ് ആവുകയാണല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ സാർ? ഈ പലതരത്തിലുള്ള അലുമിനി മീറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന സ്കൂളിലും മറ്റതൊക്കെ സ്കൂൾ കോളേജിലൊക്കെ പഠിച്ച് ഞാനിപ്പോ വളരെ റിയൽ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് വിറ്റ്നസ് ആയിട്ട് വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ 25-26 ദിവസങ്ങളിൽ ഞങ്ങളൊരു ക്യാമ്പ് നടത്തി. അതിൽ വളരെ ലിമിറ്റഡ് ആൾക്കാരേ ഉള്ളൂ. ഒരു 70ഓളം കുട്ടികൾ ഞങ്ങൾ യോജിച്ചു. ഞങ്ങളെ മെന്റേഴ്സും ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും NSS, നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയേഴ്സ് ആണ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ NSS വോളണ്ടിയേഴ്സ് ആയിരുന്ന ആൾക്കാരാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ 87-89 എന്റെ പ്രീ ഡിഗ്രി ഫറൂഖ് കോളേജിൽ. അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 82 മുതൽ 2002 വരെയുള്ള 20 കൊല്ലക്കാലത്ത് പഠിച്ചിട്ടുള്ള. അപ്പൊ ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിച്ചവരുണ്ട്, അവിടെ പ്രീ ഡിഗ്രിക്ക് എന്റെ ബാച്ചിൽ പഠിച്ചവരുണ്ട്, എന്റെ ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ആ ഒരു 20 കൊല്ല കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഒരു അലൂമിനിയാണ് അന്നത്തെ NSS വോളണ്ടിയേഴ്സും ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകളും കൂടിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. ഇത് 5th അലുമിനി ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പക്ഷെ വളരെ എനർജറ്റിക് ആയിരുന്നു. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്കഷനും ഫണ്ണും ഒക്കെ ഉണ്ടായി. അതിലെനിക്ക് ഏറ്റവും അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഒരു 4 മണിക്ക് രജിസ്ട്രേഷൻ ഇവിടെ തന്നെ കോഴിക്കോട് അടുത്ത് കൊളത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തുന്ന ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞൊരു നല്ലൊരു കയാക്കിംഗ് ഒക്കെ നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അതിന്റെ ഫൗണ്ടർ, കൗശിക് എന്ന് പറഞ്ഞിട്ട്. ഹീസ് ഫ്രം സിംഗപ്പൂർ ആക്ച്വലി. അവന്റെ ഒരു പാഷൻ, കാരണം ഭയങ്കര കയാക്കിംഗ് മാസ്റ്ററാണ് പുള്ളി, വേൾഡ് വൈഡ് ഒക്കെ കറങ്ങിയിട്ടുള്ള ആളാണ്. അവന്റെ ഒരു പാഷനായിട്ട് അത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതിന് പ്രോഫിറ്റ് ഒന്നും കിട്ടൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവന്റെ ഒരു പാഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. അവനും ഞങ്ങളെ കൂടെ അലൂമിനി ആളല്ലെങ്കിൽ പോലും, അയാള് NSS വളണ്ടിയർ ഒന്നല്ലെങ്കിൽ പോലും ഫുൾ ടൈം ഞങ്ങളെ കൂടെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര നന്നായി. 4 മണിക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അത് ഒരു അരമണിക്കൂർ മാത്രം രജിസ്ട്രേഷൻ. അന്നത്തെ കാലത്ത് ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന പല മേഖലയിലുള്ള ആളുകളും ഉണ്ട്. രജിസ്ട്രേഷൻ അവിടെ ചാർജ് ഉള്ള ആൾക്കാർ അവരത് ചാർജ് ഒക്കെ ഏറ്റെടുത്തു. 1500 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ടാണ് ചേരുന്നത്. അത് കഴിഞ്ഞ് ഒരു 4:30 മുതൽ 5:30 വരെ ഞങ്ങൾ ഷെഡ്യൂള് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ നമ്മൾ കുറച്ച് ട്രഡീഷണൽ ഭക്ഷണങ്ങൾ, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് കുറെ പേര് അവരവർ വീട്ടിൽ നിന്ന്, ഗേൾസ് ഒക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുന്ന് നോക്കണ്ട്. അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് അവിടെ ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത ഒരു ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ആ ഫേസ് ടു ഫേസ് പ്രോഗ്രാമിന് എല്ലാവരും ഞങ്ങൾ അസംബിൾ ചെയ്ത് 10-60 പേര് ഇരുന്ന് കഴിഞ്ഞ ശേഷം ഓരോരുത്തരെ കൗണ്ട് ചെയ്തിട്ട് 1 to 6 വരെ എണ്ണീറ്റ് ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചു. 1 ആരൊരു ഗ്രൂപ്പ്, 2 ആരൊരു ഗ്രൂപ്പ്, അങ്ങനെ ആയിട്ടുള്ള 5-8 പേരിൽ ഗ്രൂപ്പാക്കി തിരിച്ചു. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് ഇൻട്രഡക്ഷൻ എന്നുള്ളൊരു ചടങ്ങിന് വേണ്ടി ചെയ്തതാണ്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹം ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ, അദ്ദേഹത്തിന്റെ ബ്രെയിൻ വന്നൊരു ആശയമായിരുന്നു അത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഒരു 5-6 പേര് കൂടുന്ന ഒരാൾക്കാർ, അവര് ഒരു ഗ്രൂപ്പ് ലീഡറെ സെലക്ട് ചെയ്യും. ആ ഗ്രൂപ്പ് ലീഡർ എല്ലാവരെയും ബയോഡാറ്റസ് ഒക്കെ ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ട്, രശ്മി എന്ത് ചെയ്യണു, എവിടെ ചെയ്യണം, എന്നിട്ട് ആ ലീഡർ വന്നിട്ട് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യും, ഓരോ ഗ്രൂപ്പുകൾ വന്നിട്ട്. എന്നിട്ട് ആ ബെസ്റ്റ് ഗ്രൂപ്പ് പ്രസന്റ് ചെയ്ത ആൾക്കൊരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സീരിയസ് സെഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളെ ഇനാഗ്രൽ ഫംഗ്ഷൻ, ഇപ്പോഴത്തെ ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സപ്ന എന്ന് പറഞ്ഞ ഒരു എനർജറ്റിക് മാഡമാണ്. മാഡം വന്നു. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം ഓഫീസേഴ്സ് എല്ലാം കൂടി ഇനാഗ്രൽ ഫംഗ്ഷൻസും കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളെ തന്നെ ഒരു സീനിയർ മെമ്പർ ആയിട്ടുള്ള മെഹബൂബ് എന്ന് പറഞ്ഞ ചേംബറിന്റെ ഒക്കെ പ്രസിഡന്റും ക്രെഡായി പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ആളാണ്. വലിയ വ്യക്തിത്വം, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഓർഗനൈസേഷനിലൊക്കെ ബന്ധപ്പെട്ട ആൾ. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും പിന്നെ ഇനി നമ്മളെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം, എന്തൊക്കെ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു 1 hour സെഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 9:30 മണിയായപ്പോൾ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്, പാട്ടും പരിപാടി. അതിൽ ഞങ്ങളെ പ്രോഗ്രാം ഓഫീസേഴ്സ് അടക്കം ഡോക്ടർ ഉമർ ഫാറൂഖ്, അദ്ദേഹം പ്രിൻസിപ്പളായിട്ട് WMO കോളേജ്, വയനാട്ടിലെ കോളേജ് പ്രിൻസിപ്പളായിരുന്നു. ഞങ്ങളെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ അയാൾ മലയാളം യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചിരുന്നു. പല മേഖലയിൽ ഇപ്പോഴും മർക്കസ് കോളേജിന്റെ ഒക്കെ പ്രിൻസിപ്പളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പാട്ടുപാടി. അതുപോലെ എല്ലാ സ്റ്റുഡൻസും കുറെ പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾ തന്നെയുണ്ട്, പഠിച്ചു വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ
അതും ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ പാടി. പിന്നെ രാത്രി അവിടെ ടെന്റ് കെട്ടിയിട്ട് ഓരോരുത്തർക്ക് സിംഗിൾ ടെന്റ് കെട്ടിയിട്ട് അവിടെ എല്ലാവരും കിടന്നുറങ്ങി ഒരു 12 മണിക്ക് ശേഷം രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ബ്ലാക്ക് ടീ ഒക്കെ കഴിഞ്ഞ ശേഷം കയാക്കിങ്ങിന് പോയി. കയാക്കിങ് നമ്മൾ ഈ ജെല്ലി ഫിഷിന്റെ ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, കൗശിക്കിന്റെ നേതൃത്വത്തിൽ 2 UK ലേഡീസും ഞങ്ങൾക്ക് ഗാർഡായിട്ട് അവിടെ ട്രെയിനിങ്ങിന് വന്ന ആളുകളാണ്. അവരൊക്കെ വന്ന് ഞങ്ങൾ കയാക്കിങ് ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു സീരിയസ് ഡിസ്കഷൻ, അതിനിടയ്ക്ക് ഒരു ലോഫിംഗ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, ഒരു 45 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വീണ്ടും പിന്നെ ഈ വെള്ളം നമ്മളെ ഈ തുഴഞ്ഞു പോകുന്ന എന്താണ് പറയുക, തുഞ്ചം വെള്ളം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആ വളഞ്ഞ തോണി, അതിൽ തുഴഞ്ഞ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോയി വന്നൊക്കെ വന്നിട്ട് 5 മണിയോട് പിരിഞ്ഞു. ആ ഒരു സൗഹൃദം ഉണ്ടാക്കിയ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വെരി സ്ട്രോങ്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ പല ഏജ് സീരീസിലാണ്. ഏകദേശം ഈ ഞങ്ങൾ കൂടിയ എലുമിനയിൽ ഏകദേശം ഒരു 35 മുതൽ ഒരു 60 വരെയുള്ള ആളുകളുണ്ട് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ പല മേഖലയിൽ സയന്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, റിയൽ സയന്റിസ്റ്റുകളായിട്ടുള്ള 2 പേര്, വളരെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, ബിസിനസ്സിലെ ഭയങ്കര അടിപൊളി ലെവലിലെത്തിയ നല്ല ഹൈ ലെവലിലെത്തിയ ബിസിനസ്സുകാരുണ്ട്, അധ്യാപകർ കുറേ ഉണ്ട്, പ്രിൻസിപ്പൾമാരുണ്ട്, പിന്നെ എന്നെ പോലെ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് തന്നെ അലോപ്പതി ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ്, ഹോമിയോ ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഇപ്പോൾ NRI ആയിട്ടുള്ള ആളുകൾ, വളരെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആള് UAE നിന്ന് വന്നിട്ടുണ്ട്, ബഹ്റൈനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരാ ഇൻട്രസ്റ്റ് കാരണം അവര് വന്നിരിക്കുകയാണ്. എത്രയോ ഫ്ലൈറ്റും ഇതൊക്കെ യാത്ര ചെയ്തിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ആ 2 ദിവസം നമ്മൾ ചിരിച്ചതിനും തമാശ പറയുന്നതിനും വളരെ സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആ സീരിയസ് മാറ്റേഴ്സ് ഒക്കെ ഉൾക്കൊണ്ട് ഞങ്ങളൊരു NGO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല മേഖലയിലും. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങൾ അധ്യാപകരൊക്കെ പറയും, ഇങ്ങനത്തെ ഒരു അലൂമിനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കോളേജിൽ പഠിച്ചു പോയ ഒരു NSS, മറ്റേ വെറും കൂട്ടായ്മ മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു നല്ല സന്തോഷം ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ ബോണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒരേ ഐഡിയൽ മൈൻഡുള്ള ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലക്സും ഇതൊന്നുമില്ല. അത് നമുക്ക് കിട്ടിയ റിലാക്സേഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാനൊക്കെ എത്ര ലീവ് എടുത്തിട്ടാണെങ്കിലും ഞാനത് ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ സർവീസ് സ്കീം എന്നാണ് അതിന്റെ പേര്. അതിന്റെ പ്രസിഡന്റാണ് ഇപ്പൊ കറന്റ്ലി ഞാൻ. 2 വർഷമാണ് അതിന്റെ കാലയളവ്. പക്ഷെ ഞങ്ങൾ ടീം വർക്കായി പ്രവർത്തിച്ചുകൊണ്ട് ഭയങ്കര ഭംഗിയായിട്ട് നടന്നു. അപ്പം നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്ക് കുറച്ച് സ്ട്രെസ് ഒക്കെ ഒന്ന് റിലാക്സേഷൻ സെൽഫ് മാതിരി ഫീൽ ചെയ്യുന്നു. അതിൽ ഈവൻ എയർ ഹോസ്റ്റേഴ്സുമാർ വരെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിൽ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഇത് ഞാൻ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പൊ നിങ്ങളും ഇത്തരത്തിലുള്ള നല്ല നല്ല സൗഹൃദങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിലൂടെ നമുക്ക് ഇന്റേണൽ ആയിട്ടും പുറത്തോട്ടും ഉള്ളിലും ഒക്കെ നല്ല സമാധാനവും സന്തോഷവും കിട്ടും എന്നുള്ളതാണ്. നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത്. തീർച്ചയായും ഒരു ജസ്റ്റ് ആ ഒരു നിമിഷം, ആ ഒരു സെക്കൻഡ് അതാണ് ഹാപ്പിനെസ്. നമ്മൾ തന്നെ കണ്ടെത്തി നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക അല്ലെ. ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ വളരെ ഉപകാരമാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം നേർന്നുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിന്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് ഡോക്ടറിന്റെ ഇൻഫർമേഷൻസും അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ നമ്മൾ ഓരോ എപ്പിസോഡിലായിട്ടും നൽകുന്നുണ്ട്. കമന്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.